പുരുഷന്മാർക്ക് വളരെ പെട്ടെന്ന് ഏതൊരു മേഖലയിലേക്കും ആക്സസ് അല്ലേ, അത് വളരെ എളുപ്പമാണ്. സ്ത്രീകളെ സംബന്ധിച്ച് അവര് പല ഇടങ്ങളിലും സ്ത്രീകള് തളക്കപ്പെട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടി നിൽക്കുന്നത്. അത്തരം അങ്ങനെ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന സ്ത്രീകളൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളുമാണ്. നന്നായിട്ട് പഠിച്ച് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചരിത്രങ്ങളിലേക്ക് നോക്കുമ്പോൾ പിന്നെ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളെ നമുക്ക് കിട്ടും, വലിയ വലിയ ധീരപ്രവർത്തികളൊക്കെ ചെയ്ത്. അങ്ങോട്ടൊന്നും പോകണ്ട, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഈ ഒരു സമയത്ത് തന്നെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇപ്പൊ നമ്മുടെ മഞ്ജു ചേച്ചി, മഞ്ജു വാര്യർ അല്ലെ, അവരൊക്കെ ഒരുപാട് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദുബായിൽ ഒരു വൈറ്റനിങ് ക്രീം ചെയ്യുന്നുണ്ടല്ലോ, വെളുത്തിട്ട് പാറുന്ന മറ്റേ പരിപാടി, സ്വൈബത്തുൽ അസ്ലാം പറഞ്ഞിട്ടില്ലേ, വെളുത്തിട്ട് പാറല്ലേ. അതെ അതെ, അവരൊക്കെ ഒരുപാട്, അവരുടെ അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ ഒരു ലൈഫ് ഉണ്ട്. അവരുടെ പല അഡ്വർടൈസ്മെന്റിലും അവര് ശരിക്ക് അവര് വെളുത്തിട്ട് പാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. അവര് നന്നായിട്ട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട് ആളുകളെ. എനിക്ക് തോന്നുന്നു പുരുഷന്മാരെ അവര് ഇൻസ്പയർ ചെയ്യുന്നുണ്ട് തോന്നുന്നു. അപ്പോ ആരും ഒതുങ്ങിയിരിക്കരുത് എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞ രണ്ടുപേരും. അവരെ പിന്നെ അനുകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് വെളുത്തിട്ട് പാറ, മഞ്ജു ചേച്ചീനെ അനുകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് ജീവിതത്തിൽ പുലർത്തേണ്ട ഒരുപാട് കാര്യങ്ങൾ. അത് നമ്മള് 4 ചുമരിൽ ഒതുങ്ങാതെ പുറത്തേക്ക് ഇപ്പൊ വരാനായിട്ട് ഒരുപാട് നമ്മുടെ ഒരു ഫോൺ മതി. തീർച്ചയായിട്ടും അത് യൂട്ടിലൈസ് ചെയ്യാനാണ് താങ്കൾ പറയുന്നത്. ഉറപ്പായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലെ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മളെ ഇവരെ പോലെയുള്ള ഒരുപാട്, ഇപ്പോ ഞാൻ രണ്ടുപേരെ പറഞ്ഞു, ഞാൻ പറഞ്ഞ രണ്ടുപേരെ മറ്റുള്ളവർക്കും പറയാവുന്ന ആളുകൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു വലിയ വിശാലത ഇവിടെ ഉണ്ട്.